ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശ്രീവിദ്യയെക്കുറിച്ചാണ്. സ്റ്റാർ മാജിക് സൂപ്പർ സ്റ്റാറും അതായത് ഇൻഫ്ലുവൻസറായ ശ്രീവിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 4-5 വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രൊമോഷന്റെ ഭാഗമായി പുള്ളിക്കാരി പോസ്റ്റ് ചെയ്ത റീലിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് വാറണ്ട് നിലവിൽ പുള്ളിക്കാരിക്കെതിരെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് വാറണ്ട് വരാൻ മാത്രമുള്ള എന്ത് കാര്യമാണ് പുള്ളിക്കാരി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തു. അതായത് ഉഡായിപ്പായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തു. ആ ട്രേഡിംഗ് ആപ്പിൽ പ്രൊമോട്ട് ചെയ്തിട്ട് കുറേ വിശ്വസിച്ച് കുറേ പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ പേർക്ക് ആ പൈസ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുള്ളിക്കാരൻ, ഈ പൈസ നഷ്ടപ്പെട്ടൊരു പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരിക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുത്തു. അത് 2023 പുള്ളിക്കാരൻ കേസ് കൊടുക്കുന്നത്. 2023 കേസ് കൊടുത്തിട്ട് അവസാനം പുള്ളിക്കാരന് വിധി വന്നു. ഏകദേശം 1,03,000 രൂപയാണ് പുള്ളിക്കാരൻ ആ ട്രേഡിംഗ് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത്. പുള്ളിക്കാരൻ്റെ പൈസ അപ്പാടെ പോയി. പുള്ളിക്കാരൻ അത് വിഡ്രോ ചെയ്യാനും പറ്റുന്നില്ല, യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളിക്കാരന് ഈ പുള്ളിക്കാരിക്ക് ശ്രീദേവിക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കുകയും പുള്ളിക്കാരന് അനുകൂലമായിട്ടൊരു വിധി വരികയും ചെയ്തു. കോർട്ട് കൊടുക്കുകയും ചെയ്തു, ഹൈക്കോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്തായാലും ആ പ്രൊമോഷൻ ചെയ്ത ആ വീഡിയോ ഫസ്റ്റ് നമുക്കൊന്ന് കാണാം. മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യരുത്. അപ്പം എടുക്കുക, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ഇതിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം, അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് 1, ടിക് 2, ടിക് 3 പ്രഡിക്ഷൻ കറക്റ്റ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് സക്സസ് ആയേക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഈ Paytm വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല, ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിച്ച് നാട്ടുകാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, നാട്ടുകാരുടെ പൈസ പോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ചെറുപ്പക്കാരൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ഈ ആപ്പിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ആ ചെറുപ്പക്കാരൻ്റെ ആ പൈസ അപ്പാടെ പോകുന്നു. പുള്ളിക്കാരൻ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈസ പോയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കേസ് കൊടുത്തു. എന്തായാലും പുള്ളിക്കാരന് നഷ്ടപ്പെട്ട ഏകദേശം 1,03,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും പുള്ളിക്കാരൻ അനുകൂലമായിട്ട് വിധി വന്നപ്പോഴത്തേക്കും 1,03,000 പ്ലസ് 50,000 രൂപ, അതായത് 1,53,000 രൂപ ശ്രീദേവി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കോർട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി എന്ത് ചെയ്താലും, എന്നിട്ട് പുള്ളിക്കാരി അപ്പീലിൽ പോയായിരുന്നു. അപ്പീൽ പോയിട്ട് പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിയുടെ അഡ്വക്കേറ്റ് ഇതേപോലെ ഒരു പെണ്ണ് കേസിൽ ഇങ്ങനെ പെട്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരിക്ക് മര്യാദയ്ക്ക് വാദിക്കാൻ പറ്റിയില്ല, ഇവർക്ക് മര്യാദയ്ക്ക് വാദിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും കൂടെ അപ്പീൽ തരണമെന്ന് പറയുമ്പോഴത്തേക്കും കോർട്ട് അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു. ആ അപ്പീൽ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു. എന്നിട്ട് ഈ ശ്രീദേവി ബാർ കൗൺസിലിൽ പുള്ളിക്കാരൻ അഗെയിൻസ്റ്റ് പരാതി കൊടുത്തു. അതായത് വക്കീലിന് അഗെയിൻസ്റ്റ് പരാതി കൊടുത്തു. പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരാളാന്ന് കാണിക്കാൻ വേണ്ടി പരാതി കൊടുത്തു. പക്ഷേ അതൊന്നും നിലവിലാക്കിയില്ല. അതിനുശേഷം പുള്ളിക്കാരി ഇത് വന്ന് ഇതേപോലെ 1,53,000 രൂപ ടോട്ടൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വിധി വന്നതിന് ശേഷം പോലും പുള്ളിക്കാരി യാതൊരു ഇതുമില്ല, പൈസ കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. അതിനുശേഷം പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ഒരു അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അറസ്റ്റ് വാറണ്ടിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നേരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് നോക്കിക്കൊണ്ടിരുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അത് മൈൻഡ് ചെയ്തില്ല. ഏകദേശം 3-4 വട്ടം പുള്ളിക്കാരിക്ക് ഏകദേശം അറസ്റ്റ് വാറണ്ട് ഒന്നിട്ടും കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ആ അറസ്റ്റ് വാറണ്ട് ഇത് ഞാൻ ഇവിടെ വെച്ചേക്കാം. ഇത് മെയിനായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എഴുതിയിരിക്കുന്നത് ലാസ്റ്റത്തെ വാക്ക് എഴുതിയിരിക്കുന്നത്, യു ആർ ഡയറക്റ്റഡ് ടു അറസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് ബിഫോർ ദ കമ്മീഷൻ ഓൺ ഓർ ബിഫോർ 19/4/2026. അതായത് ഏപ്രിൽ 19 മുന്നോടിയായിട്ടോ അത് ഏപ്രിൽ 19 ആയിട്ടോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി പ്രകാരം പറഞ്ഞിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു അറസ്റ്റ് വാറണ്ട് പോലും പോലീസുകാർ, അറസ്റ്റ് വാറണ്ട് കിട്ടിയിട്ട് പോലും പോലീസുകാർ ഈ പുള്ളിക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ പയ്യൻ ചോദിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരൻ എന്തായാലും ഇപ്പോൾ ഇവർ അപ്പീലിന് പോയപ്പോഴത്തേക്കും ആ അപ്പീൽ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു. എനിക്കൊരു ശ്രീവിദ്യയുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ 1,53,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും വേറെ ആൾക്കാർക്ക് പൈസ പോയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് വീണ്ടും പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരത്തില്ലേ. അതായത് ഇപ്പോൾ ഈ കോടതി എഴുതി ഈ പുള്ളിക്കാരി ഇത് ശരിവെച്ചു ഈ കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം കേട്ടോ. അതായത് ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ 1,53,000 ഈ പുള്ളിക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാൾ പറയും എനിക്കും ഈ ആപ്പ് ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു, ശ്രീവിദ്യക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി പാളൂലേ. അങ്ങനെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള നേരെ കാണത്തുള്ളൂ. എനിക്കൊന്ന് അത് ഓർത്തിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു പരിപാടി ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യക്ക് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് വന്നിട്ട് പോലും പുള്ളിക്കാരി ദുബായ് പോലത്തെ രാജ്യങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഇതേപോലത്തെ റെസ്റ്റോറൻറ്റ് എന്ന് കഴിഞ്ഞാൽ പോലീസിനെ പണ്ടേ തൂക്കിക്കൊണ്ട് പോകാൻ. അപ്പോൾ ഇതേപോലെ സ്റ്റാർ ആയതുകൊണ്ടാണോ അതോ ഫേമസ് ആയ ആളായതുകൊണ്ടാണോ ഈ ഒരു നടപടി എടുക്കാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പാലരട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നിലവിൽ ഇത് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസുകാർ ഇതേപോലത്തെ ഒരു കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തത്? ഇതേപോലെ കോർട്ട് ഓർഡർ വന്നിട്ട് അതൊരു അവരുടെ കോർട്ട് ഓർഡർ ഒബേ ചെയ്യാത്തതിൻ്റെ ഒരു ഇതുപോലെയല്ലേ? അപ്പോൾ എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് പോലീസുകാർ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ വേറൊരു ഓഡിയോ ക്ലിപ്പും കൂടെ കേൾപ്പിക്കാം. അതായത് ഈ പൈസ നഷ്ടപ്പെട്ട പുള്ളിക്കാരൻ ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നുണ്ട്. അത് കായ്സ് എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ അടുത്താണ് ഈ ഓഡിയോ പറയുന്നത്. എന്തായാലും ആ ഓഡിയോയും കൂടെ ഞാൻ കേൾപ്പിക്കാം. ഇതെന്ന് വെച്ചാല് ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവര് പറയുന്ന പോലെ ചെയ്തു. അപ്പൊ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്റെ 1,03,000 രൂപയാണ് ബിനോമോയില് പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാല് ഇവര് പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലീവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. നിങ്ങൾ ഇത് കണ്ടല്ലോ, അതായത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റില്ല. എന്നാൽ ശ്രീവിദ്യ വ്യക്തമായി പറയുന്നുണ്ട്, ആ ആപ്പിൽ പുള്ളിക്കാരി ഡെമോൺസ്ട്രേറ്റ് ചെയ്തവർ പറയുന്നുണ്ട്, അതായത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റും, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വീഡിയോ വരെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ വിശ്വസിച്ച ആൾക്കാർ ഇതേപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം പെട്ടിട്ടുണ്ട്. എന്തായാലും അവര് ഇപ്പൊ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡ് അല്ല. ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അഡ്രസ് ഇതേപോലെ ഞാൻ പറയും, ഇതേപോലത്തെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളുടെ പൈസയാണ്. നിങ്ങൾ ഇതേപോലത്തെ പൈസയുടെ ഇത് കാണുമ്പോഴത്തേക്കും വലിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇതേപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇതേപോലത്തെ ആപ്സും കാര്യങ്ങളൊക്കെ എന്തുമാത്രം ജെനുവിനാണെന്ന് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതേപോലത്തെ മെയിനായിട്ടുള്ള വലിയ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് പിടിക്കുന്നത്. ഇവർക്ക് നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടായിരിക്കും ഇവർ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജെനുവിൻ ആയിട്ടാണോ അല്ലയോ നിങ്ങളുടെ പൈസയാണ്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണ്. അതൊക്കെ ഇത് പൈസയൊക്കെ കിട്ടാനായിട്ട് കുറേ നാൾ. ഇപ്പോൾ ഇത് കോർട്ട് ഓർഡർ ഉണ്ടായിട്ട് പോലും ഈ ചെറുക്കന് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിധി വന്നിട്ട് പോലും ഈ ചെറുക്കന് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അറസ്റ്റ് വാറണ്ട് ഉണ്ട് ഈ പുള്ളിക്കാരിയൊക്കെ, എന്നിട്ട് പോലും ഈ പുള്ളിക്കാരൻ്റെ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഏതൊരു ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യണം, നിങ്ങൾ അത് വ്യക്തമായി അന്വേഷിക്കുക, എന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഈ എൻ്റെ ഇൻഫ്ലുവൻസർ ഇങ്ങനെ പറഞ്ഞ ബേസിസിൽ നിങ്ങൾ ഓരോരോ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പെടുത്തുള്ളൂ. ഈ വക്കീലിനെ വെച്ചത് ഒരു നിഖിൽ നാരായണൻ എന്ന് പറയുന്ന വക്കീലാണ്. ഇവരെ വക്കീല്, കാസർഗോഡ് വക്കീല്. ഇപ്പൊ ബ്രോന് അറിയാമെന്ന് തോന്നുന്നു. നിഖിൽ നാരായണൻ എന്ന് പറയുന്നതിലെ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പൊ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പൊ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവര് ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീല് പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്ന് വെച്ചാല് നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ ഇത് വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവര് കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. അപ്പൊ ഞാൻ അവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയില് നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധി പകർപ്പ് അടക്കം കൊടുത്തു. അപ്പൊ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന് ബോധ്യമായി ഇവർ പറയുന്നത് കള്ളാണ്. അപ്പൊ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാല് കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എന്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവര് ഇവിടെ പറയുന്നത് സംസ്ഥാന കമ്മീഷനില്. ഭയങ്കര കളവാ പറയുന്നത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവര് ബാർ കൗൺസിലില് ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീല് പോണെങ്കിൽ എന്തെങ്കിലും കാരണം പറയാനല്ല, വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കാം. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷെ അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവർക്ക് ഈ പുള്ളിക്കാരൻ അനുകൂലമായിട്ട് വിധി വന്നപ്പോഴത്തേക്ക്, അതായത് 1,53,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി അപ്പീൽ പോകാനായിട്ട് വേറെ എന്തെങ്കിലും കാരണം വേണ്ട. അപ്പോൾ ഈ പുള്ളിക്കാരി നൈസായിട്ട് എടുത്തിട്ടു, ഈ പുള്ളിക്കാരൻ ഇതേപോലത്തെ ഒരു കേസുണ്ട്, അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ്റെ കേസിന് പോകാവുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ കേസ് മര്യാദയ്ക്ക് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പീലാണ് പുള്ളിക്കാരി കൊടുത്തത്. പക്ഷേ ആ അപ്പീൽ അപ്പാടി കോടതി തള്ളി. അതിനുശേഷം ബാർ കൗൺസിൽ ഈ പുള്ളിക്കാരൻ്റെ കേസ് പരാതി കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീൽ ഇതേപോലത്തെ വക്കീലാണ്, അപ്പോൾ ഇത് ആ ഒരു ഡിസിപ്ലിനറി ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇത് ചോദിച്ചു. പക്ഷേ അവിടെയും പാളി.
പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്തത് ഇത്രയും അതായത് അറസ്റ്റ് വാറണ്ട് കയ്യിലുണ്ട്, ആ ചെറുക്കൻ്റെ കയ്യിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അതായത് ഇന്നിട്ട് പലയിടം പോലീസ് സ്റ്റേഷൻ ഈ പുള്ളിക്കാരെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുന്നോടിയായിട്ട് ഇത് കാണിക്കും, കമ്മീഷന് മുന്നോടിയായിട്ട് ഹാജരാക്കണമെന്ന് അതിനകത്ത് ആ ഓർഡറിൽ വ്യക്തമായി ഉണ്ട്. അപ്പോൾ ഒരു കോർട്ട് ഓർഡർ ലംഘിക്കുന്നതിൻ്റെ തുല്യമല്ലേ ഇത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കോടതി വിധി പിന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കോർട്ടിൻ്റെ വിധി അത് പോലീസുകാർക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് എന്നിട്ട് ദുബായ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ആ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവും. ഒരു സാധാരണക്കാരൻ്റെ പൈസ പോയി അവൻ കോടതിയിൽ വർഷങ്ങളായിട്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് നേടിയൊരു സാധനം അവന് അനുകൂലമായിട്ടൊരു വിധി വന്നു. അപ്പോൾ ആ വിധിനെ റെസ്പെക്ട് ചെയ്യാൻ പുള്ളിക്കാരി പറഞ്ഞാൽ കൊടുക്കത്തില്ല, ഓക്കെ, അപ്പീലിന് പോകണം, ഓക്കെ. പക്ഷേ ഇതേപോലത്തെ അറസ്റ്റ് വാറണ്ട് കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവിലെ കാസർഗോഡ് കമ്മീഷന്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചെലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാര. അതായത് 1,58,000 രൂപ ഈ 9% പലിശ നിരക്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 2023 അന്ന് മുതൽ 9% പലിശ നിരക്കിൽ കിട്ടണം വിധി വന്നിട്ടുണ്ട്. അപ്പൊ ഈ അപ്പീലിന് പോയപ്പോൾ ഒരു നിശ്ചിത സമാന തുക അവിടെ കെട്ടിവെക്കണം. അപ്പൊ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം അവർ അപ്പീൽ തള്ളുമ്പോൾ ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷൻ എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാണ്ട് 1,00,000 ഏകദേശം 86,000 മുകളിലാണ് ടോട്ടൽ. അതിൽ 79 കഴിച്ചാൽ ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവർ ഇനിയും തരാനുണ്ട്. പക്ഷെ അവർ അതിനുശേഷം ഈ പറയുന്ന നോൺ വേരിയബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ പാലാരിവട്ടം ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ കാസർഗോഡ് അവിടെ കൊടുത്തു അവർ പറഞ്ഞു ഇവർ കൊച്ചിയിലേക്ക് മാറി. അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ വേരിയബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കിക്കൊണ്ട്. പക്ഷേ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. ഇവർ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്ന ഭാഗത്തിലാണ് ഇവർ ഈ ഗൾഫിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവർ ആഡംബര യാത്ര ഭയങ്കര ആരും അറിയില്ലെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാം ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ അറസ്റ്റ് വാറണ്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ ശ്രീവിദ്യയുടെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. അതായത് പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ഇതേക്കുറിച്ചുള്ള ആപ്പ്, ഇതേപോലത്തെ ട്രേഡിംഗ് ആപ്സിനെ കുറിച്ച് നല്ല രീതിയിൽ എൻക്വയറി ചെയ്യണമായിരുന്നു. പുള്ളിക്കാരിക്ക് അറിയാൻ പാടില്ല, നല്ല രീതിയിൽ എൻക്വയറി ചെയ്തിട്ട് വേണമായിരുന്നു ഇതേപോലെ പ്രൊമോഷൻ വീഡിയോ നടത്താനായിട്ട്. ഇതേപോലെ പ്രൊമോഷൻ വീഡിയോ നല്ല പൈസയിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോ കണ്ട് വിശ്വസിച്ച് വരുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതായത് ആ പാവപ്പെട്ട 1,03,000 ഇൻവെസ്റ്റ് ചെയ്തു, 2023 ഇൻവെസ്റ്റ്, ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു, എന്നിട്ടും ആ പുള്ളിക്കാരൻ്റെ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മനസ്സവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാലും ഞാനൊന്നും പറയുന്നില്ല. എന്നാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.